സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തക്കാളി ദോശ. തക്കാളി ദോശ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കാനും വലിയവർക്ക് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് തക്കാളി ദോശ. എന്താ കാരണം ചെയ്യുമ്പോൾ നോക്കൂ, ഇത് നമ്മുടെ കയ്യിൽ ബാറ്ററുണ്ട്, ഇഡ്ഡലിയുടെ ബാറ്ററുണ്ട്, ഇഡ്ഡലിയുടെ ദോശയുടെ ബാറ്ററുണ്ട്. പിന്നെ നമുക്കിതിൽ തക്കാളി അരച്ചെടുക്കുക. തക്കാളി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക്, അത് അരച്ച് ചേർത്താൽ നല്ല ഉഗ്രം ദോശയായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ നോക്കൂ, ഒരു തക്കാളി ഇതിൽ അരച്ചിട്ടുണ്ട് കേട്ടോ, ഒരു തക്കാളി ഇതിൽ അരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ മാവ് ഒഴിക്കണം. ഒരു പച്ചമുളക് ഇതിൽ കീറിയിട്ട് കേട്ടോ. ഇനി ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കഷ്ണം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി ഇതിലാക്കട്ടെ കേട്ടോ. ഇതാ അരച്ചു. ഇനി ഇതിൽ ഒഴിക്കട്ടെ കേട്ടോ. തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടി ഇതിൽ അരച്ചൊഴിച്ചു. കുറച്ച് മാവ് ഞാൻ ഒഴിക്കുന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഉള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പില്ല, തക്കാളി ചേർത്ത കാരണം ഉപ്പ് കുറഞ്ഞു. ഒരു തരി ഉപ്പിടും കേട്ടോ. നല്ല പോലെ അരച്ചു. വലിയൊരു ദോശ പരത്താം. ദോശ പരത്തിട്ട് ഇത്തിരി നെയ്യ് പറ്റി കൊടുക്കാം കേട്ടോ. ഇത്തിരി കനത്തിലുള്ള ദോശ ഉണ്ടാക്കണമെങ്കിൽ നെയ്യ് പറ്റി കൊടുക്കാം. ഇതൊക്കെ ആകുമ്പോൾ നെയ്യ് പറ്റാം. വലിയവർക്ക് നെയ്യ് പറ്റാം. ഒരു ദോശയൊക്കെ നെയ്യുള്ളത് കൊണ്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നെയ്യ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ദോശ എന്നപ്പോൾ ഓ നല്ലോണം ഒഴിഞ്ഞു. എന്താ സ്വാദ്! തക്കാളി ദോശ ഭയങ്കര ടേസ്റ്റ്. നോക്കൂ, ഇത്ര സ്വാദുള്ള ദോശ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും തക്കാളി ദോശ ഉണ്ടാക്കുമോ? വളരെ ഈസിയാണ്. അരിമാവിലെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തക്കാളി ദോശ ഉണ്ടാക്കാം. നല്ല ചട്നിയോ പൊടിയോ എന്താ വേണ്ടത് ചിലതെടുത്ത് കഴിക്കാം. നല്ല സ്വാദുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയണു, ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ചാൽ എല്ലാ കുട്ടികളും കഴിക്കും, വലിയൊരു കഴിക്കും, നമുക്ക് കഴിക്കാം. ഒരു വെറൈറ്റി പോലെ നമുക്ക് തക്കാളി ദോശ, ബീറ്റ്റൂട്ട് ഇഡ്ഡലി, ക്യാരറ്റ് ഇഡ്ഡലി, ക്യാരറ്റ് ദോശ, അങ്ങനെ പലതും, ഗ്രീൻ പീസ് ദോശ, അങ്ങനെ പലതും മാറി മാറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓഫീസ് ഗോയിങ് ആൾക്കാർക്കും പറ്റും, വീട്ടമ്മമാർ വീട്ടിലിരിക്കുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ബെസ്റ്റാണ്. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, വളരെ സ്വാദുണ്ട്, നല്ല ടേസ്റ്റുള്ള ദോശയാണ് തക്കാളി ദോശ. അതുകൊണ്ട് എല്ലാവരും നോക്കണം, ഉണ്ടാക്കണം. ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.